ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇവൾക്കൊന്നുമില്ലല്ലോ. പ്രിയരെ, കൊല്ലത്ത് കൊല്ലൂർ വിളയിൽ താമസിച്ചിരുന്ന ഒരു ഗുരുഭക്തന്റെ മകൾക്ക് ഒരിക്കൽ ഭ്രാന്ത് രോഗമുണ്ടായി. അവൾക്ക് ചില നേരങ്ങളിൽ മുതിർന്നവരെക്കാൾ ശക്തി ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അവൾ പറയുന്നതും ചെയ്യുന്നതും മറ്റുള്ളവരെ ലജ്ജിപ്പിക്കുന്ന വിധത്തിലായിരുന്നു. ചിലപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ വിവസ്ത്രയായി ഓടി നടക്കുകയും മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. അതോടെ വീട്ടുകാർ വലിയ സമ്മർദ്ദത്തിലും സങ്കടത്തിലുമായി. അങ്ങനെയിരിക്കുമ്പോൾ കടപ്പായിൽ വേലായുധൻ മുതലാളിയുടെ മൂത്ത മകളുടെ വിവാഹത്തിന് ഗുരുദേവൻ പെരിനാട്ട് വന്നു ചേരുമെന്ന ഒരു വാർത്ത നാടാകെ പരന്നു. അതറിഞ്ഞ ആ മാതാപിതാക്കൾ കുട്ടിയെയും കൂട്ടി അന്ന് കടപ്പായിൽ പോയി ഗുരുദേവനെ കാണണം എന്ന് നിശ്ചയിച്ചു. അങ്ങനെ കടപ്പായിലെ കല്യാണ ദിവസം വന്നെത്തി. അന്ന് ഒരു ഉത്സവത്തിനുള്ള ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. മുഹൂർത്ത നേരമായതോടെ ഗുരുദേവൻ ചില ശിഷ്യന്മാർക്കൊപ്പം അവിടെ വന്നു ചേരുകയുണ്ടായി. ആ നേരത്ത് രോഗിയായ പെൺകുട്ടിയെയും കൊണ്ട് ആ മാതാപിതാക്കൾ കടപ്പായിൽ വീട്ടിലെത്തി ഒഴിഞ്ഞുമാറി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ജനങ്ങൾ അവിടമാകം തിങ്ങി നിറഞ്ഞിരുന്നതിനാൽ ഗുരുദേവനെ ഒരു നോക്ക് കാണാൻ അവർക്ക് ആയില്ല. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ഗുരുദേവനെ ഇരുന്നിടത്ത് കാണാതായി. അതോടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഗുരുദേവനെ അന്വേഷിക്കുവാൻ തുടങ്ങി. അത്രയും ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഗുരുദേവൻ ഏതു വഴിക്ക് എങ്ങോട്ട് പോയി എന്ന് ആർക്കും അറിയാമായിരുന്നില്ല. അതിനിടയിൽ നെഴിശ്ശേരിക്കളരിയിൽ ഗുരുദേവൻ ഇരിക്കുന്നതായി അറിവ് കിട്ടി. അപ്പോൾ ആളുകൾ അവിടെ കൂടി. ഭ്രാന്ത് രോഗം ബാധ ഉള്ള കുട്ടിയെയുമായി ആ രക്ഷിതാക്കളും അവരെ പിന്തുടർന്നു. നെഴിശ്ശേരിയിലെത്തിയപ്പോൾ ഗുരുദേവൻ അതുവരെ അവിടെ ഉണ്ടായിരുന്നതായും പെട്ടെന്ന് മടങ്ങിപ്പോയതായും അവിടെയുണ്ടായിരുന്നവർ പറഞ്ഞു. അങ്ങനെ നിരാശപ്പെട്ട് ആളുകൾ മടങ്ങാനൊരുങ്ങിയപ്പോൾ കുറച്ചകലെയുള്ള നിരകത്ത് കളരിയിൽ ഗുരുദേവൻ വിശ്രമിക്കുന്നതായി ഒരാൾ പറഞ്ഞു കേട്ടു. അതോടെ ആളുകൾ നിരകത്തേക്ക് ഓട്ടമായി. പെൺകുട്ടിയെയും കൊണ്ട് സാധുക്കളായ ആ മാതാപിതാക്കളും ഓടി നിരകത്തെത്തി. കളരിയുടെ തെക്ക് പുറത്തുള്ള മുറ്റത്തെ ഞാവൽ വൃക്ഷത്തിന് ചുവട്ടിൽ ഗുരുദേവൻ ഇരിക്കുന്നുണ്ടായിരുന്നു. താഴെ വീണുകൊണ്ടിരുന്ന ഞാവൽ പഴങ്ങൾ ഇടയ്ക്കിടെ പെരുക്കിയെടുത്ത് തിന്നുന്നുണ്ടായിരുന്നു. അവിടേക്ക് ഓടിയെത്തിയ ജനങ്ങൾ ആ കളരിക്ക് ചുറ്റാകെയുള്ള ഒരു മൺഭിത്തിക്ക് പിന്നിലായി കൂട്ടം കൂടി നിന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഭ്രാന്ത് രോഗമുണ്ടായിരുന്ന ആ പെൺകുട്ടി ഗുരുദേവൻ ഇരുന്നിരുന്ന മുറ്റത്തേക്ക് ഓടിച്ചെന്നു. പെട്ടെന്ന് അവളുടെ കൂടെ ഓടിച്ചെല്ലാൻ കഴിയാതെ ആ പിതാവ് വിഷമിച്ചു. മുറ്റത്തെത്തിയ ആ പെൺകുട്ടി ഗുരുദേവന്റെ സമീപത്ത് ചെന്ന് യാതൊരു കൂസലും കൂടാതെ ഇരിപ്പായി. ഗുരുദേവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് കയ്യിലിരുന്ന ഞാവൽ പഴങ്ങൾ അവളുടെ കൊച്ചു കൈവെള്ളയിൽ വെച്ചു കൊടുത്തു. അവൾ അത് ഒന്നൊന്നായി തിന്നു. അല്പനേരം കഴിഞ്ഞ് അവൾ ചാടി എഴുന്നേറ്റു. അപ്പോഴേക്കും ആളുകളുടെ ഇടയിൽ നിന്നും അവളുടെ പിതാവ് ആ മുറ്റത്തേക്ക് ഓടിക്കയറി ചെന്ന് ഗുരുദേവന് നമസ്കരിച്ചു. അതിനുശേഷം വലിയ സങ്കടത്തോടെ അയാൾ അവളുടെ ഭ്രാന്ത് രോഗത്തെപ്പറ്റി പറയുവാനൊരുങ്ങി. എന്നാൽ അത് കേൾക്കാൻ നിൽക്കാതെ ഗുരുദേവൻ ഇപ്രകാരം അരുളി ചെയ്തു: ഇവൾക്കൊന്നുമില്ലല്ലോ, കൊണ്ടുപോകാം. ആ പെൺകുട്ടി അപ്പോൾ യാതൊരു രോഗവുമില്ലാത്തവരെ പോലെ പെരുമാറുന്നത് കണ്ടിട്ട് ആ പിതാവ് അത്ഭുതപ്പെട്ടു. അതിനുശേഷം ആ കുട്ടിക്ക് അങ്ങനെയൊരു രോഗം വരികയേ ഉണ്ടായിട്ടില്ല. സ്നേഹപൂർവം, രഞ്ജൻ, കയനാടത്ത്.